പ്രിയ സുഹൃത്തുക്കളെ, ഈ വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞു ഞാൻ ചിരിച്ചിരിച്ച് ചാവുകയാണ്. എന്താ പറയുക, ഒരു മന്ത്രിക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ഒരു മന്ത്രിയുടെ വെയിറ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ ആ പദവി എന്താണെന്ന് അറിയാത്ത ആളുകളുടെ കയ്യിലേക്ക് ആ പദവി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ഇത് കേട്ടാൽ മതി. ഇതിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ പദവിയിലേക്ക് കയറാൻ പോകുമ്പോൾ ഈ സ്കൂൾ കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ചില കാരണവന്മാരോട് പോയിട്ട് അനുഗ്രഹം വാങ്ങില്ലേ, പുരുഷു എന്നെ അനുഗ്രഹിക്കണേ, ഞങ്ങൾ നന്നായി പഠിക്കാൻ പോവുകയാണ്, പഠിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഞാനിതേപോലെ മന്ത്രിയായി, ഇനി ആ ജോലി നല്ല രീതിയിൽ ചെയ്യണം, പുരുഷു എന്നെ നിങ്ങളൊന്ന് അനുഗ്രഹിക്കണം, അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഇതുവരെ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടിരുന്നത് എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് ഈ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത്, വർഗീയവാദിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഘോരം പ്രസംഗിച്ച അതേ പാർട്ടിയുടെ നേതാവ് വന്നിട്ട്, ഒരു മന്ത്രി വന്നിട്ട് ഇതേ വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ആ പോസ്റ്റിൽ പോയിരിക്കാൻ പോകുന്നത്. അപ്പം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവരുടെ ജോലിയും ഇവരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, ഇവരുടെ മൈൻഡ് സെറ്റൊക്കെ എന്തായിരിക്കും എന്നതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഗ്രഹം എപ്പോൾ വാങ്ങണം എന്നറിയോ? ഇലക്ഷൻ്റെ മുന്നേ ഇവർ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഒന്ന് അനുഗ്രഹം വാങ്ങിയിരിക്കണം. ഇത് അതൊന്നുമില്ലാതെ ഇലക്ഷനിൽ ജയിച്ചിട്ട് പിന്നെ പോവുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ ഒരു അധികാരത്തിന് ഇനി ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു തോന്നൽ. കാരണം ഇനി 5 വർഷം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, സുഖമായി നിൽക്കാറ്. ഇനി 5 വർഷം കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. ഇത് സത്യം പറഞ്ഞ ആളുകളെ പൊട്ടന്മാരാക്കണം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ. അപ്പോൾ ഇതിനുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം പോലും തന്നില്ല. അതും മാധ്യമങ്ങളെ കളിയാക്കുന്നു. നോക്കിക്കോളൂ, അവർ ഏത് വകുപ്പ് കൈകാര്യം ചെയ്താലും ആ വകുപ്പ് 100% പരാജയമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ അവർ തെളിയിച്ച് കഴിഞ്ഞു. വെള്ളാപ്പള്ളിയിൽ പോയിട്ട് പുരുഷു എന്നെ അനുഗ്രഹിക്കണേ എന്ന് അനുഗ്രഹം ചോദിച്ചതോടുകൂടി കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഈ പുരുഷുവിൻ്റെ കയ്യിൽ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മന്ത്രി പോയി എന്നുള്ളത് ലളിതമായി കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ജനങ്ങൾക്ക് എന്താണ് ഇതിലോട് യോജിപ്പും യോജിപ്പില്ലായ്മയും ഒക്കെ നമുക്ക് കമൻറ്റിൽ കാണാം. പിന്നെ ഇതാരും മോശപ്പെട്ട രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഈ എലക്ഷൻ വരുന്നവരെയും നമ്മുടെ ഈ വെള്ളാപ്പള്ളീനെ വർഗീയവാദിയാണ്, ആ വർഗീയവാദീൻ്റെ ഒപ്പമാണ് LDF മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ബന്ധം വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ വോട്ട് നേടിയത്, ഒരു 60-70%. എന്നിട്ട് ആ എലക്ഷൻ കഴിഞ്ഞിട്ട് അതേ ആളോട് പോയിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് പോയിട്ട് ആ സീറ്റിലിരിക്കുകയാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായമില്ലേ? ഇത് എനിക്കിവിടെ ഒന്നും പറയേണ്ട ഒരു അഭിപ്രായമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളോട് അനുഗ്രഹം വാങ്ങിയതൊന്നും ഞാനിവിടെ കുറ്റം പറയുന്നില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. അതൊക്കെ ഒരാൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എലക്ഷൻ വരുന്ന വരെയും ഒരു മാർക്സിസ്റ്റ് പാർട്ടിൻ്റെയും വെള്ളാപ്പള്ളിൻ്റെയും ബന്ധത്തിന് ഇവരെന്ത് ചെയ്തു? ഒരു വർഗീയ ചിത്രീകരണം മാർക്സിസ്റ്റ് പാർട്ടിയെ ചിത്രീകരിച്ചു, അല്ലേ? കറക്റ്റ് അല്ലേ? എന്നിട്ട് ഇപ്പോൾ ഇവരെന്താ ചെയ്തു? പുരുഷൻ്റെ അനുഗ്രഹം വാങ്ങാൻ പോയില്ലേ? അനുഗ്രഹം വാങ്ങിയില്ലേ? എന്നിട്ട് വന്നിട്ട് കൂളായിട്ട് അതിന് മാത്രം എന്താണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇതുവരെ ഞാൻ അങ്ങനത്തെ റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല. ഇവർ വ്യക്തിപരമായിട്ട് ഇവർ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുള്ളതായിട്ട് ഒരു വാർത്ത പോലും വന്നിട്ടില്ല. പക്ഷെ സീറ്റിൽ പോയിരിക്കുമ്പോൾ പ്രത്യേക ഒരു അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ ഒന്ന് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക.